താങ്കൾ ഗുണ്ടുകാട് സാബു എന്നുള്ളൊരു പേര് താങ്കൾക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ല, ഇതൊരു ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നണ്ട. സിനിമയെ പറ്റി ചോദിക്കാനല്ലേ വിളിച്ചോളൂ. പിന്നെ അത് ചോദിച്ചാൽ പോരെ. ഓക്കെ. അല്ല, എന്നെ പെട്ടെന്നാണ് വിളിച്ചത്. അതുമല്ല, വേറൊരു ലേഡി ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അയാളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും അങ്ങോട്ട് എടുത്ത് ഇയാളുമായിട്ട് ശരിയായി പോവില്ല. നല്ല മൈൻഡ് കൂളായിട്ടാണ് ഇവിടെ വന്നത്. ഈ ഇന്റർവ്യൂ തുടങ്ങിയതോടെ കംപ്ലീറ്റ് പോയില്ലേ? അത്ര അരോചകമായിട്ട് തോന്നിയൊക്കെ തീർച്ചയായിട്ടും തോന്നി. ചിരി എന്ത് അർത്ഥത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യങ്ങൾ കേട്ട ചിരിച്ചു, അതുകൊണ്ട് ചിരിച്ചാണ്. സന്തോഷത്തോടുള്ള ചിരിയാണോ? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എന്റെ നക്ഷത്രം ചതയം. എന്ത് ചെയ്യാൻ ചെയ്യാറുണ്ട്. ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഭൂതകാല അനുഭവങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പഴയ സാബുവിനെ പറ്റി ചോദിക്കേണ്ട കാര്യം എന്താണ്? പഴയ സാബുവിനെ പറ്റിയുള്ള ഇന്റർവ്യൂ വേണമെങ്കിൽ നമുക്കിത് നിർത്താം. സിനിമ നിർത്തിയിട്ട് പഴയ കാര്യങ്ങൾ സംസാരിക്കാം. അതിന് ഈ സ്റ്റുഡിയോ മതിയാവില്ല. കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ചേട്ടൻ്റെ ഫാമിലി? അച്ഛൻ, അമ്മ മരിച്ചുപോയി. അമ്മ അടുത്തായിരത്താണ് മരിച്ചത്. ഒരു 3-4 മാസമായുള്ളൂ. അച്ഛൻ മരിച്ചിട്ട് കുറച്ചാളായി. പിന്നെ ഞാൻ, വൈഫ്, ഒരു മോള്. ഇതാണ് ഫാമിലി. മോള് പഠിത്തം ഡിഗ്രി കഴിഞ്ഞു. ഇവിടെ ട്രിവാൻഡ്രത്തെ. ചേട്ടൻ നല്ലൊരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ? പഠിത്തത്തിലാണോ അതല്ല സ്വഭാവത്തിലാണോ? പഠിത്തത്തിൽ. സ്വഭാവത്തെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. ചേട്ടാ സമ്മതിക്കുന്നില്ല ചോദിക്കാൻ. സ്വഭാവത്തെ കുറിച്ച് ചോദിക്കണ്ട. പഠിത്തത്തെ കുറിച്ച്? പഠിത്തം ഞാൻ ഡിഗ്രി കഴിഞ്ഞ, കൂടുതലൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ചേട്ടൻ കലിപ്പനായിരുന്നു. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നല്ല ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരുന്നോ? അങ്ങനെയല്ലേ ചോദിക്കാൻ? അതെ. അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. അന്നേ ശാന്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു. നമ്മൾ വളരെ ശാന്തമായിട്ട് നടക്കുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അവരെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയും. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇയാളെ സൂക്ഷിക്കണമല്ലോ. ഇയാള് വളരെ ശാന്തനായിട്ടല്ലേ എത്ര നേരം ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോഴൊക്കെ അവിടെ ഇരിക്കുന്നത്. വളരെ ഞാൻ ചോദിക്കുകയും ചെയ്തു പാവത്തിന് അവിടെ നിട്ടിരുന്നു. പക്ഷെ ഇവിടെ വന്നിരുന്ന് വേറെ രീതിയിലല്ലേ സംസാരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോൾ വളരെ ശാന്തമായിട്ട് സ്വഭാവമായിട്ട് നിൽക്കുന്നവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അവർ വളരെ കലിപ്പന്മാരായിരിക്കും. അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ടാണോ ചേട്ടൻ? അങ്ങനെ ഒരു ഉള്ളറിവ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കണല്ലേ നല്ലത്, അല്ലേ? ചേട്ടൻ നക്ഷത്രം ചതയം. എന്ത് ചെയ്യാൻ ചെയ്യാറുണ്ട്. നന്നായിട്ട് ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ചേട്ടൻ, അല്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചേട്ടൻ നടക്കാനൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാൻ പേടി എനിക്ക് ചേട്ടൻ്റെ അടുത്ത്. നടക്കുമ്പോഴെല്ലാം സംസാരിക്കാതിരിക്കണം നല്ലത്. ശ്വാസം മുട്ടൂലേ? അല്ലെങ്കിൽ വായിക്കാത്തോണ്ട് ഈ ചേറിപ്പോവും. ഒറ്റയ്ക്കാണോ നടക്കാനൊക്കെ പോകുന്നത്? ഒറ്റയ്ക്ക്. അവിടെ വേറെ ആൾക്കാർക്ക് ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഉണ്ടാ? ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ സംസാരിച്ചിട്ടില്ല. നടക്കാൻ തന്നെയാണ് പറഞ്ഞത്. അതായി നോക്കിയാ എല്ലാം നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല കേട്ടോ ഈ വായനോട്ടവും. ചേട്ടൻ എങ്ങനെയാണ് മൈൻഡും കൂടെ നമുക്ക് കൂളാവും, ടെൻഷനൊക്കെ മാറും. ചേട്ടൻ നോക്കാറുണ്ട്? നല്ല മൈൻഡ് കൂളായിട്ടാണ് ഇവിടെ വന്നത്. ഈ ഇന്റർവ്യൂ തുടങ്ങിയതോടെ കംപ്ലീറ്റ് പോയില്ലേ? അത്ര അരോചകമായിട്ട് തോന്നിയൊക്കെ ആണ്. ഇത് നമ്മളെ ലെറ്റ്സ് ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. എന്ത് സംസാരിക്കാം. കുടുംബത്തിൽ എന്ത് മറുപടിയും പറയാം. പക്ഷെ ചേട്ടൻ നീ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കണം കുറവാണ്. എൻ്റെ പേര് ബിജു എന്നാണ്. അപ്പോൾ ബിജു ബാഹുലേ. അപ്പൊ അങ്ങനെ അപ്പൊ ചേട്ടനെ എനിക്ക് ഇങ്ങനെ നീ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവം പാടില്ല. അതെ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതായത് താങ്കൾ ഗുണ്ടുകാട് സാബു എന്നുള്ള ഒരു പേര് താങ്കൾക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാമോ? ഈ ഗുണ്ടുകാട് സാബു എന്നുള്ള ഒരാൾ അത് വേറെ ആരുമാണ്, എനിക്കറിയില്ല. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ല, ഇതൊരു ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നണ്ട. സിനിമയെ പറ്റി ചോദിക്കാനല്ലേ വിളിച്ചോളൂ. പിന്നെ അത് ചോദിച്ചാൽ പോരെ. ഓക്കെ. ചേട്ടാ ഇതുവരെ എത്ര ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒരു 20
സിനിമയോളം ചെയ്തു. 20 സിനിമ. 20 സിനിമയോളം ചെയ്തു. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, താങ്കളുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും കരിയറിന് ഒരു പോസിറ്റീവ് തന്ന കഥാപാത്രം ഏതൊക്കെയാണ്? ഒരു എണ്ണം റാണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ശങ്കർ രാമകൃഷ്ണൻ സാറ് ഡയറക്റ്റ് ചെയ്ത റാണി എന്നൊരു സിനിമയിൽ ഒരു 70 വയസ്സായ ഒരു മൂപ്പൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഇമോഷൻ രംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന സാധാ റോളുകൾ ഒന്ന് വിട്ട് നമുക്ക് ഒരുപാട് പൊട്ടിക്കരയാനും അത് കുറച്ച് സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിലുള്ള വിഷമവും പിള്ളേരൊക്കെ മരിച്ചിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഏങ്ങി കരയുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കത് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ആ സമയമായപ്പോഴും ഒരു കൈവിട്ടു പോകും എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ നല്ലവണ്ണം ചെയ്യാൻ പറ്റിയെന്ന് എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കണ്ടിട്ട്. ആത്മസഹോ എങ്ങനെ? അപ്പോൾ ആത്മസഹോ ഇയാൾ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യണത്? അല്ല, എന്നോട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന റാണി എന്ന് പറഞ്ഞ സിനിമ റാണി ആത്മസഹം എന്ന് പറഞ്ഞ പടം ഞാൻ അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്ത പടത്തെ പറ്റി എന്തിനാണ് വെറുതെ ചോദിക്കണം? അല്ല, ഞാൻ ഇത് ശരിയാവില്ല കേട്ടോ. അതല്ല ചേട്ടാ, ഞാൻ ശരിക്കും എൻ്റെ അടുത്ത് വേറൊരു ലേഡി ആക്ട്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചേട്ടനാണെന്ന് ഞാൻ അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ലേഡിയായിട്ട് തോന്നുന്നില്ല. അല്ല, അവര് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇയാളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് എടുത്ത് ഇയാളുമായിട്ട് ശരിയായി പോവില്ല. നിങ്ങൾ കളിയാക്കാൻ വിളിച്ചാ? അല്ലല്ല, പിന്നെ അല്ല, ഞാൻ നേരത്തെ ചേട്ടന്റെ പേര് ഗുണ്ടുകട സാബു. സിനിമയെ പറ്റി എന്താണ് ചോദിക്കാറുണ്ട്? സിനിമയിലുള്ള ജീവിതം, സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു, അതിനെങ്ങനെയാണ് സാധ്യത ഞാൻ ചോദിച്ചു. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചോദിച്ചു. ഇനിയുള്ള പ്രോജക്റ്റുകൾ ചോദിക്കാറുണ്ട്. ചോദിക്കും. ചേട്ടൻ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇതായി പോകും, നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾ വെറും മന്ദബുദ്ധിയെ പോലെ ആയിരുന്നു ഞാൻ അഭിനയിക്കാത്ത സിനിമയുടെ പേര് ചോദിച്ചാൽ ഞാനെന്തെങ്കിലും അതൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. നേരത്തെ അതൊക്കെ തയ്യാറായി വരണം. നിങ്ങൾക്ക് ഇത് എഴുതുന്ന അല്ല, എന്നെ പെട്ടെന്നാണ് വിളിച്ചത്. അതുമല്ല, വേറൊരു ലേഡി ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ശരിക്കും എനിക്ക് ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ തന്നെ പേടിയാണ്. പിന്നെ ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടാണ്. പ്രൊഡ്യൂസർമാരൊക്കെ കറക്റ്റ് പേയ്മെന്റ് ചേട്ടൻ ചോദിച്ചു വായിക്കൂ. കാശ് ഇവരോട് കിട്ടാണ്ടോ? മേടിച്ചു തരുമോ? ഇല്ല, ഞാനത് ഒരു നമ്മളുടെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എങ്ങനെ? അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കണമല്ലോ നമുക്ക്. അതാ ഞാൻ ചോദിച്ചത്. കാഷ്വലായിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഇപ്പൊ കാശ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇനി കാശ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിത്തരുമെന്നല്ലേ ഞാനും ചോദിക്കുന്നതാ. വാങ്ങിത്തരാൻ പറ്റുമെന്ന് മേടിച്ചതാ. ചേട്ടാ, ഇത് അടുത്തത് എന്താണ്? ഇതിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണേ ഇതിന്. ചേട്ടാ, എൻ്റെ അടുത്ത് കാഷ്വൽ ടോക്ക് എന്നാണ് പറഞ്ഞത്. കാഷ്വൽ ടോക്ക് എന്ന് ആര് പറഞ്ഞു? ആരാണ് നിനക്ക് ഇതൊക്കെ എഴുതി തന്നത്? ഒരു വട്ടം ആലോചിച്ചിട്ട് ചോദിച്ചാൽ മതി. ഹോബീസ് ചേട്ടാ കുറച്ച് കൂളായിട്ട് ചെയ്യണേ. ഈ കൂളാവാനുള്ള കാര്യങ്ങളല്ലല്ലോ ചോദിക്കണം, ചൂടാവാനുള്ള കാര്യങ്ങൾ. ചൂടാവാൻ ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ ചേട്ടൻ്റെ അടുത്ത്. ശരി, ചോദിക്കും. ഈ മറ്റു പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ചേട്ടാ? മറ്റു പരിപാടി എന്ന് വെച്ചാൽ മറ്റു പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മറ്റു പരിപാടികൾ, അതായത് ഹോബീസ് അല്ലേ? ഹോബീസ് ഇങ്ങനെയാണ് ചെയ്യണ. ഹോബീസ് എന്താണെന്നുള്ളത് നീ അങ്ങനെ ചോദിച്ചാൽ പോരെ. മറ്റു പരിപാടികൾ നമുക്ക് ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് പറയാൻ പോലത്തെ. അത് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അല്ല ഏട്ടാ, ഞാൻ ചോദിച്ചത് ഹോബീസ്. ഹോബീസ് ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുസ്തകം ചിരി എന്ത് അർത്ഥത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യങ്ങൾ കേട്ട ചിരിച്ചു, അതുകൊണ്ട് ചിരിച്ചാണ്. സന്തോഷത്തോടുള്ള ചിരിയാണോ? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഓക്കെ, ഹോബീസ് പറയും. പുസ്തക വായനയാണ് ഹോബീസ്. നിനക്ക് എന്തൊക്കെ ചോദിക്കണം എന്ന് ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു, അതുകൊണ്ടല്ലേ പറയാമെന്ന് വിചാരിച്ചു. ക്യാമറ എല്ലാം കഴിഞ്ഞല്ലോ. എനിക്ക് എന്താണെന്ന് അറിയണം. ഇല്ല, ഒന്നുമില്ല, കഴിഞ്ഞു ഷൂട്ട്. ശരി, നേരത്തെ എവിടെ നിർത്തി?